തുര്യം എന്ന പേരിൽ മാണ്ഡ്യൂക്യോപനിഷത്ത് ചൂണ്ടിക്കാണിക്കുന്ന ബ്രഹ്മത്തിൻ്റെ നാലാം പാദം ഞാനെന്ന അനുഭവത്തിന് ലക്ഷ്യമായി നിൽക്കുന്ന ഈ സാക്ഷി ചൈതന്യമാണ് എന്ന് സംശയം കൂടാതെ തന്നെ അനുഭവത്തെ മുൻനിർത്തി നിശ്ചയിക്കുവാൻ വിചാരശീലന്മാർക്കെല്ലാം കഴിയും. പ്രണവത്തിൻ്റെ ആ മാത്ര ചൂണ്ടിക്കാണിക്കുന്നതും ഈ സാക്ഷി സ്വരൂപത്തെ തന്നെയാണ്. വാസ്തവത്തിൽ ഏകവും നിരവയവും ആയ ബ്രഹ്മത്തിന് 4 പാദം എന്നല്ല, ഒരു പാദം പോലും ഇല്ല. എന്നാൽ സാധകന്മാരുടെ അനുഭവത്തെ പരിശോധിക്കുന്നതിന് വേണ്ടി 4 പാദങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പ്രത്യേകം ഓർക്കണം. സ്ഥൂലമായ ജാഗ്രത അനുഭവത്തിൽ നിന്ന് സൂക്ഷ്മമായ സ്വപ്നത്തിലേക്കും അവിടെ നിന്ന് അവ്യക്തവും കാരണരൂപവുമായ സുഷുപ്തിയിലേക്കും സാധകൻ്റെ ബുദ്ധിയെ തിരിച്ചുവിട്ട് ആ അവസ്ഥകളുടെ സാക്ഷി സ്വരൂപമായ ബ്രഹ്മത്തിലെത്തിക്കുവാനാണ് ബ്രഹ്മത്തിന് 4 പാദങ്ങൾ ഉണ്ടെന്ന് ഉപനിഷത്തുക്കൾ നിർദ്ദേശിക്കുന്നത്. ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ സ്വബോധാവസ്ഥയായ ജാഗ്രതും ഉപബോധാവസ്ഥയായ സ്വപ്നവും അബോധാവസ്ഥയായ സുഷുപ്തിയും മാത്രമേ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുള്ളൂ. എന്നാൽ പ്രാചീന ഭാരതീയർ ബോധാതീതമായ തുര്യാവസ്ഥയിലെത്തി അത് നിത്യവും പൂർണ്ണവും സത്യവും ആണെന്നും മറ്റ് 3 അവസ്ഥകളും അതിൽ കൽപ്പിതങ്ങളാണെന്നും ഉള്ള പരമാർത്ഥം സ്വാനുഭവത്തെ മുൻനിർത്തി പ്രഖ്യാപിച്ചിട്ട് വർഷസഹസ്രങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ജിജ്ഞാസു സ്നാനാദികൾ കൊണ്ട് ശരീരശുദ്ധി വരുത്തി ആചാര്യനെ നമസ്കരിച്ച് ഈശ്വരസ്മരണയോടുകൂടി 3 സന്ധ്യകളിലും ഏകാന്തമായ സ്ഥലത്ത് ആസനം ബന്ധിച്ച് വടക്കോട്ടഭിമുഖമായി ഇരുന്ന് ഏകാഗ്രതയോടുകൂടി പ്രണവമന്ത്രം ഉപാസിക്കേണ്ടതാണ്. ആ മന്ത്രത്തിൻ്റെ ദ്രഷ്ടാവായ ബ്രഹ്മാവിനെ ശിരസിലും അതിൻ്റെ ഛന്ദസ്സായ ഗായത്രിയെ മുഖത്തും അതിൻ്റെ ദേവതയായ പരമാത്മാവിനെ ഹൃദയത്തിലും സങ്കൽപ്പിച്ച് ഗുരുപദേശമനുസരിച്ച് പ്രണവമന്ത്രം ജപിക്കണം. ആ ദിവ്യമന്ത്രം ബ്രഹ്മസ്വരൂപമാണെന്ന് പൂർണ്ണമായി നിശ്ചയിച്ച് വ്യഷ്ടിരൂപത്തിലും സമഷ്ടിരൂപത്തിലും പ്രകാശിക്കുന്ന അകാരം വിശ്വനും വിരാട്ടുമാണെന്നും ചിന്തിക്കണം. ആ അകാരം ജാഗ്രത അവസ്ഥയെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അനന്തരം വ്യഷ്ടി സമഷ്ടി ജാഗ്രസ്വരൂപമായ വിശ്വനും വിരാട്ടും വ്യഷ്ടി സമഷ്ടി സ്വപ്നസ്വരൂപനുമായ തൈജസനും ഹിരണ്യഗർഭനുമാകുന്ന ഉകാരത്തിൽ ലയിക്കുന്നതായി സങ്കൽപ്പിക്കണം. ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ.